ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 1, ഒന്നാമത്തെ വായനാ ഭാഗം എസ്തറിൻ്റെ പുസ്തകം 9-10 അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങളോടുകൂടി എസ്തർ എന്ന പുസ്തകം അവസാനിക്കുകയാണ്. നമ്മളിവിടെ കണ്ടത് ഒരു കുലത്തെ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ ആകമാനം കൊല ചെയ്ത് മുടിക്കേണ്ടതിന് ഹാമാൻ ഉണ്ടാക്കിയെടുത്ത ഒരു തീരുമാനത്തെ ഇന്ന് അസ്ഥിരപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് സാധാരണ മനുഷ്യനാൽ സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ വലിയൊരു ദൈവസഹായം അവർക്ക് ലഭിച്ചു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇന്ന് നമ്മൾ വായിക്കുന്ന 9-ാം അധ്യായത്തിൽ ആദാർ മാസമായ 12-ാം മാസം, ആദാർ മാസം 12-ാം മാസമാണ്. അതിൻ്റെ 13-ാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദർ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല. മുമ്പ് യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ സ്ഥിതിയെല്ലാം നേരെ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരവസ്ഥ യഹൂദന്മാർക്കല്ല, യഹൂദന്മാരെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നവർക്ക് ആണ് ഇപ്പോൾ ആയിത്തീർന്നത്. എഴുതിയിരിക്കുന്നത് അവരെയുള്ള പേടി സകല ജാതികളുടെ മേൽ വീണിരുന്നത് കൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിൻ്റെ കാര്യക്കാരന്മാരും മൊർദെഖായിയെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു എന്നാണ്. ഇപ്പോൾ അവിടെ പടിവാതിക്കലോ ഒക്കെ അലഞ്ഞു തിരിച്ചിരുന്ന, വെറുതെ ഇരുന്നിരുന്ന മൊർദെഖായി ഇന്ന് ഹാമാൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഹാമാൻ ഇരുന്ന ഇരിപ്പിടത്തിലായി. അപ്പം ഹാമാൻ ഇപ്പം കാര്യങ്ങൾ ഇപ്പം അവിടുത്തെ ഹാമാനും അതുപോലെ രാജ്ഞിയും ചേർന്ന ഒരു കൂട്ടുകെട്ട് ആ രാജ്യത്ത് പ്രബലമായി. മൊർദെഖായി മാത്രമല്ല, രാജാവിൻ്റെ സ്വപത്നി, പണ്ട് വസ്തി രാജ്ഞി ഇരുന്ന ആ സ്ഥാനത്തിരിക്കുന്ന എസ്തർ, കൂടെ മൊർദെഖായി ഒക്കെയും ചേർന്ന ഒരു ശക്തി കേന്ദ്രം. അവർക്ക് ആർക്കും പിന്തിരിഞ്ഞു നിൽക്കുവാനോ, അപ്പോൾ രാജാവിൻ്റെയും സഹായം ഉണ്ടോ എന്നുള്ളതാണ്. രാജ്ഞിയുടെ സഹായമുള്ളപ്പോൾ രാജാവിൻ്റെ സഹായം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഭയം ആ ദേശത്താകമാനം ഉണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. അതനുസരിച്ചാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ശൂഷൻ രാജധാനിയിൽ പോലും യഹൂദന്മാർ 500 പേരെ കൊന്നു. ഒരു രാജധാനിയിൽ 500 പേരെ കൊന്നു. ഇവരെതിരെ നിൽക്കുകയും ഇവരെ കൊല്ലാൻ വേണ്ടി പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തവരാണ്. അത് എന്നിട്ട് ഹാമൻ്റെ 10 പുത്രന്മാരെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് രാജാവ് ചോദിക്കുന്നുണ്ട് എസ്തറിനോട്, എസ്തർ, ഇതൊക്കെ മതിയോ? ഇനിയും നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഒരു ദിവസം കൂടെ ഈ കാര്യം അനുവദിക്കണം. പോരാ, ഹാമാൻ്റെ 10 പുത്രന്മാരെ കൊന്നു, അവർ തൂക്കിയിടുകയും വേണം, തൂക്കിലേറ്റുകയും. അത് കൊന്നിട്ട് തൂക്കുന്നുണ്ടല്ലോ. അപ്പം കഴുമരത്തിലൊക്കെ കൊന്നിട്ട് അവരെ ശവം പകൽ മുഴുവൻ തൂക്കിയിടും ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ തൂക്കുകയും വേണം. അപ്പോൾ അതും അനുവദിച്ച് കിട്ടി. അങ്ങനെ ആ സംഗതിയും സംഭവിച്ചു. ശൂഷനിൽ 300 പേരെ കൊന്നു. എങ്കിലും കവർച്ചയ്ക്ക് അവർ എല്ലായിടത്തും അവർ ആളുകളെ കൊല്ലാനൊക്കെ, തങ്ങളെ എതിർത്തവരെ കൊല്ലാനൊക്കെ ശ്രമിച്ചെങ്കിലും അവിടെ ഒന്നും കവർച്ചയ്ക്ക് കൈ നീട്ടിയില്ല. പക്ഷെ അവിടെ കവർച്ച ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും കവർച്ച ചെയ്തില്ല. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. 75,000 പേരെ കൊന്നുകളഞ്ഞു. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ചു. വിരുന്നും സന്തോഷമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതി ഒന്നിച്ചുകൂടി. 15-ാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അപ്പം അതുകൊണ്ട് അവർ ഈ 127 സംസ്ഥാനങ്ങളിലും തുടർന്ന് എല്ലാ വർഷവും ഈ ആദാർ മാസം 15-ാം തീയതി, 13, 14 തീയതികളിൽ ഈ ഒരു വിടുതലും അതിൻ്റെ സന്തോഷമായിട്ട് 15-ാം തീയതി ഒരു ഉത്സവ ദിവസമായിട്ട് ആചരിക്കാനൊക്കെയുള്ള എഴുത്തുകൾ കൊടുത്തയക്കുകയും തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു. ഇത് എല്ലാ വർഷവും ചെയ്യാൻ വേണ്ടി എഴുത്തും എല്ലാ സ്ഥലങ്ങളിലും അയച്ചു. ഇത് അവരുടെ പുസ്തകത്തിൽ, രാജാവിൻ്റെ പുസ്തകത്തിൽ, അവരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെക്കുകയും
ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിശദമായി തന്നെ ഈ അഹശ്വേരോസ് രാജാവിൻ്റെ അവരുടെ പുസ്തകത്തിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. യഹൂദനായ ഇതിന് പുരീം എന്നാണ് അവർ പേരിട്ടിരുന്നത്. ഈ എഴുത്ത് അയച്ച സംഗതിയെ സംബന്ധിച്ച് പുരീം സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടത് അബീഹയിലിൻ്റെ മകളായ എസ്തർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായിയും സർവാധികാരത്തോടും കൂടി എഴുത്തെഴുതി യഹൂദനായ മൊർദെഖായിയും എസ്തർ രാജ്യം അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമായിരുന്നത് പോലെയും ഈ പുരീം ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഹശ്വേരോസ് രാജാവിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോട് കൂടിയ എഴുത്തയച്ചു. ഇങ്ങനെ എസ്തറിൻ്റെ ആജ്ഞയാൽ പുരീം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി വെച്ചു. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ വായിച്ചത്. എന്നിട്ട് എൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അനന്തരം അഹശ്വേരോസ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു, ടാക്സ് ഇട്ടു. അവൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദെഖായി ഉയർത്തി ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലെയും പാർസ്യയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദനായ മൊർദെഖായി അഹശ്വേരോസ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. അപ്പോൾ ഇതിനു ശേഷം യഹൂദന്മാർക്ക് ലഭിച്ച മാനം, യഹൂദന്മാർക്ക് ലഭിച്ച ഉന്നതി ഒക്കെയും വ്യത്യാസമാണ്. മുമ്പുണ്ട കാലത്തെക്കാളും വ്യത്യാസമാണ്. കൊലമുടിക്കപ്പെടേണ്ടിയിരുന്ന ഒരു മനുഷ്യവംശം, ഒരു കുലം അല്ലെങ്കിൽ ഒരു ജാതി യഹൂദർ അവിടെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഹാമാൻ്റെ ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാൾക്ക് മൊർദെഖായിയുടെ ദേഷ്യം വന്നു. ആ മൊർദെഖായിയോടുള്ള ദേഷ്യം മുഴുവൻ ആ മൊർദെഖായിയുടെ ജാതിയോട് മൊത്തം കാണിക്കാൻ തക്കവണ്ണം അതിടയായി. അതിന് രാജാവ് ഒരു ന്യായവുമില്ലാത്ത ഒരു അനുകൂലവും രാജാവ് കൊടുത്തു. ഒരു മനുഷ്യൻ എന്താണ് അങ്ങനെ ചെയ്യുന്നത്, എന്താണ് അതിന് യഥാർത്ഥത്തിൽ കാര്യമുണ്ടോ എന്നൊന്നും രാജാവ് അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. തിരിച്ചു ചെയ്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവർ പറഞ്ഞതുപോലെ രാജാവ് അതിനും അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ്, ഉത്തരവാദിത്തപ്പെട്ട രാജാവ് ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നുള്ള സംഗതി കൂടി നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഏത് പ്രതികൂല അവസ്ഥയിലും ദൈവത്തിൻ്റെ സഹായം തൻ്റെ ജനത്തിനുണ്ടാകും എന്നുള്ള വലിയൊരു ആശ്വാസവും നമുക്ക് ഈ പുസ്തകത്തിലാകമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെ. രണ്ടാമത്തെ വായനാഭാഗം യോനയുടെ പുസ്തകം. യോന ഒരു പ്രവാചകനാണ്. വെറും 4 അധ്യായമുള്ള ഒരു കൊച്ചു പുസ്തകവുമാണ് യോന. ഈ പുസ്തകത്തിൽ പ്രവചനങ്ങളുടെ വലിയ നിരയൊന്നും കാണില്ല. പക്ഷേ പ്രധാനമായും സംഭവങ്ങളുടെ വിവരണമുള്ള ഒരു പുസ്തകമായിട്ട് നമുക്കതിനെ കാണാം. പ്രവചനമുണ്ട്. ആ പ്രവചനം ഒറ്റ വാക്കിലുള്ള ഒരു പ്രവചനമാണ്. ആ പ്രവചനം ഇതാണ്: ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഇത്രയേ ഉള്ളൂ പ്രവചനം. മറ്റു പുസ്തകങ്ങൾ കാണുന്ന പോലെ ഒരുപാട് പ്രവചനങ്ങൾ, കാലകാലത്തിലേക്ക് നീണ്ടുവരുന്ന ഒരുപാട് പ്രവചനങ്ങൾ, അങ്ങനെയൊന്നുമില്ല. ഒറ്റ പ്രവചനം പറയാനാണ് യോനായെ ദൈവം നിയോഗിക്കുന്നത്. അത് ഇതാണ്: ഇന്നേക്ക് 40 ദിവസം കഴിയുമ്പോൾ നിനവെ ഉന്മൂലമാകും. എന്നാൽ ശരിക്കും 40 ദിവസം അല്ല പറയേണ്ടിയിരുന്നത്. ഇദ്ദേഹത്തെ ദൈവം ആദ്യം വിളിച്ച് പറയുന്ന സമയത്താണ് അദ്ദേഹം പോയിരുന്നെങ്കിൽ 40 അല്ല, കൂടുതൽ ദിവസം ചിലപ്പം പറയേണ്ടി വന്നേനെ. അപ്പോൾ നമുക്ക് യോന എന്ന പ്രവാചകനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. നമുക്ക് ഇതിൽ ഇംഗ്ലീഷിൽ നമുക്ക് ടൈറ്റിൽ കാണുന്നത് ജോന എന്നാണ്. ജോന എന്നും ജോനാസ് എന്നും ഒക്കെ ഗ്രീക്ക് അതുപോലെ തന്നെ ലാറ്റിൻ വാക്കുകളിലൊക്കെ നമുക്ക് ഈ പേരിനെ അങ്ങനെ കാണാം. പക്ഷേ ഇവിടെ മലയാളത്തിൽ നമുക്ക് കാണുന്ന യോന യഥാർത്ഥത്തിൽ എബ്രായ പേര് തന്നെയാണ് മലയാളത്തിൽ ഈ പുസ്തകത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് യോന തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അമിത്ഥായിയുടെ മകനായ യോന എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ, മറ്റു യാതൊരു വിവരങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. എന്നാൽ 2 രാജാക്കന്മാർ 14-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് യോനായെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അറിയാൻ പറ്റും. അവിടെ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ കാലം അത് യൊരോബയാം രാജാവിൻ്റെ
രണ്ടാമനായ രെഹോബെയാം രണ്ടാമൻ്റെ കാലയളവിലാണ് ഈ ശുശ്രൂഷ എന്ന് കാണാം. അതുപോലെ ഗത്ത് ഹേഫർ എന്ന സ്ഥലം, അത് യെരുശലേമിൽ ഏകദേശം 4-5 കിലോമീറ്റർ മാറിയിട്ടാണെന്നാണ് കാണുന്നത്. അതിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് ഗത്ത് ഹേഫർ എന്ന സ്ഥലം. അവിടുത്തുകാരനാണ് എന്നുള്ളൊരു വിവരവും കൂടി നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അദ്ദേഹത്തോട് അമിത്ഥായിയുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട്, ദൈവം പറയുന്ന ഇതാണ്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവെ എന്ന് പറയുന്നത് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ അശൂര്യരുടെ തലസ്ഥാനമാണ്. അവിടെ ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൽപ്പന അവിടെ ചെല്ലുന്നത്, യോനയ്ക്ക് വരുന്നത്. യോന അവിടെ ചെന്ന് അവരോട് പറയണം, അവർക്ക് വിരോധമായി പ്രസംഗിക്കണം, അവർ മാനസാന്തരപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് യോനയ്ക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ച് ഈ അശൂര്യർ അസീറിയൻസ് വളരെ ശത്രു ആയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ദേശമാണ്, ഒരു ജനമാണ്, രാജ്യമാണ്. അത്രയും ശത്രുതയുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് പോയി ഈ കാര്യം പറയാനുള്ള മടിയായിരിക്കണം, അങ്ങനെ അവർ നന്നാവണ്ട എന്നുള്ളതായിരിക്കാം. ആ ശത്രുവിനോട് പോയി സംസാരിക്കുന്നതിനോടുള്ള വിരോധമായിരിക്കാം, തൻ്റെ ജനത്തോടുള്ള മിതമായ ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ യോനയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. യാഫോ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തുറമുഖമാണ്. അപ്പോൾ ആ തുറമുഖത്തിൽ ചെന്നിട്ട് അവിടുന്ന് തർശീശിലേക്ക് പോകുന്നൊരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു. നമ്മളൊന്ന് പരിശോധിച്ചതിന് ദൂരം പരിശോധിച്ചാൽ ഏകദേശം 800 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നിനവെ. തർശീസ് അവിടുന്ന് ഏകദേശം 4000 കിലോമീറ്ററിലധികം പോകണം തർശീസിലേക്ക്. അപ്പോൾ 500 മൈലുള്ള ദൂരത്തേക്ക് പോകാൻ, 500 മൈലാണ് നമ്മൾ കാണുന്നത്, 500 മൈൽ ഞാൻ കിലോമീറ്റർ ആക്കി പറഞ്ഞു, 500 മൈൽ ദൂരമുള്ള നിനവയിലേക്ക് പോകാൻ മടിച്ച് 2500 മൈൽ ദൂരമുള്ള തർശീസിലേക്ക് പോകാൻ വേണ്ടി ഈ പറഞ്ഞ യാഫോ എന്ന തുറമുഖത്തിൽ ചെല്ലുകയും അവിടുന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് അതിന് കൂലി കൊടുത്ത് അതിൻ്റെ ടിക്കറ്റ് എടുത്ത് തർശീസിൽ പോകാൻ വേണ്ടി അതിൽ കയറി. പക്ഷേ സംഭവം പ്രതികൂലമായി. ദൈവം പറഞ്ഞ സ്ഥലത്തേക്കല്ല, യഹോവ ദൈവം പറഞ്ഞ സ്ഥലത്തേക്കല്ല യോന പോകാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ആ യാത്ര പ്രതികൂലമായി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയാണെങ്കിൽ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇവർ കപ്പൽ പ്രമാണി അടുത്ത് വന്നിട്ട് യോനാട് ചോദിക്കും, നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഇവിടെ കപ്പൽ എല്ലാം നശിച്ചു പോകാൻ തക്കവണ്ണം ഇവിടെ ഇതായിട്ടിരിക്കുകയാണ്, നീ കിടന്ന് ഉറങ്ങുകയാണോ എന്ന്. നീ എന്നിട്ട് എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ പറയും. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ നമ്മളവിടെ കടാക്ഷിച്ചാലോ, അതുകൊണ്ട് നീ ദൈവത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അതിനിടയ്ക്ക് അവരൊരു കാര്യം ചെയ്തത്, ഇങ്ങനൊരു അനർത്ഥം വരുവാൻ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരാണ് കാരണക്കാരൻ എന്ന് നോക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരുടെയും പേരിട്ടിട്ട് യോനയുടെ പേരടക്കം ഇട്ട് അവർ ചീട്ടിട്ടപ്പോൾ അത് യോനയ്ക്കാണ് നറുക്ക് വീണത്. ആരുടെ നിമിത്തം അനർത്ഥം വന്നുവെന്ന് പറഞ്ഞപ്പോൾ അത് യോനയ്ക്ക് ആണ് നറുക്ക് വീണത്. അപ്പോൾ യോന ചോദിച്ചു, നീ ഏത് ജാതിക്കാരൻ, നിന്റെ നാടെന്ത്, നീ എന്തിനു വന്നു, നീ എവിടെ പോകുന്നു, നിന്റെ തൊഴിലെന്ത്, എല്ലാ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നീ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം പറയുന്നു, ഞാനിങ്ങനെ ദൈവം എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഓടിപ്പോവുകയായിരുന്നു എന്നും അതും പറഞ്ഞു. അപ്പം നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ കോപം ഉണ്ടായത്. ഈ സമുദ്രം അടങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിന്നോട് എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ ഈ പ്രശ്നം തീരും? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയാൻ അവരോട് പറഞ്ഞു. അപ്പം മെഡിറ്ററേനിയൻ കടലിലാണ് ഉള്ളത്, വലിയ വലിയ മത്സ്യങ്ങളും ഒക്കെ ഉള്ള സമുദ്രമാണ്. അപ്പോൾ അവിടെ എടുത്തിടാൻ പറഞ്ഞു. അവർ എടുത്തിട്ടു. പെട്ടെന്ന് ആ സമുദ്രത്തിൻ്റെ കോളും കാറ്റും പെരുങ്കാറ്റും ഒക്കെ അത് സമാപിക്കുകയും ചെയ്തു, അത് സ്വസ്ഥമാവുകയും ചെയ്തു.
അപ്പോൾ ഇത് കണ്ടിട്ട് അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. അപ്പോൾ ഇത് ഇട്ട് എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു പുരുഷനെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഭജിക്കുന്നവനെയാണ്, യഹോവയായ ദൈവത്തെ ഭജിക്കുന്നവനാണ് എടുത്തിട്ടെന്നുള്ളൊരു കുറ്റബോധം അവർക്കുണ്ടായി. അവർ പറയുകയാണ്, യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിലിട്ട് കളഞ്ഞു. സമുദ്രത്തിലെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ ദൈവത്തെ അത്യന്തം ഭയപ്പെട്ട് അവരുടെ ദൈവമല്ലാത്ത യഹോവയ്ക്ക് യാഗം കഴിച്ചു എന്നാണ് നമുക്ക് വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ആ കപ്പലിലുണ്ടായിരുന്നവർക്ക് യഹോവയായ ദൈവത്തെക്കുറിച്ച് അറിയുവാനും അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം വരുവാനും ഇടയായി എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യം തന്നെ. പക്ഷേ യോനയെ സംബന്ധിച്ച് യോനയ്ക്ക് കഷ്ടമായി. യോനയെ എടുത്ത് കടലിലിട്ടു. പക്ഷേ ദൈവം അവിടെ ഒരു കാര്യം ചെയ്യുന്നത്, ഈ യോനായി വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യം എന്ന് പറയുന്നത് കടലിലെ ഏറ്റവും വലിയ മത്സ്യം തിമിംഗലമായിരിക്കണം. മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം. അപ്പോൾ യോന തർശീശിലേക്ക് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചു പോകുന്നത്. ദൈവം പറഞ്ഞതോ നിനവിലേക്ക് പോയി അവിടെ പോയി പ്രവചിക്കാനാണ്. ആ യോന അത് ചെയ്യാതെ തർശീശിലേക്ക് പോവുകയും അവിടെ വെച്ച് ആ കപ്പലിൽ വലിയ കോളുണ്ടാവുകയും അവരെടുത്ത് വെള്ളത്തിയിടുകയും അവർ യഹോവയെ തിരിച്ചറിയുകയും ദൈവത്തെ അറിയുകയും ചെയ്തതിന് ശേഷം ഈ ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങുകയാണ്. പക്ഷേ യോനയ്ക്ക് ശരീരത്തിന് കേടുപാടുണ്ടാകുന്നില്ല. വളരെ ആസിഡിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും പെട്ടെന്ന് ദഹിപ്പിച്ച് കളയുന്ന ദഹനരസമുള്ള ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം യാതൊരു കേടും കൂടാതെ വയറ്റിൽ ഇരുന്നു എന്നുള്ളതാണ്. യാതൊരു കേടും ഉണ്ടായില്ല. എങ്ങനെയാണോ അകത്തേക്ക് പോയത് അതുപോലെ തന്നെ യോന 3 രാവും 3 പകലും മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ ദഹിക്കാതെ ഇരുന്നു എന്നുള്ളതാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാം. 3-ാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 6-7 അധ്യായങ്ങൾ. എബ്രായർക്ക് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും അവർ വന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എഴുത്ത് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിലേക്കാണ് അവർ വന്നത്. പഴയ നിയമത്തിൽ നിന്ന് മാറി ഒരു പുതിയ നിയമത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പലവിധ പ്രലോഭനങ്ങളാൽ, പലവിധ പീഡനങ്ങളാൽ തിരിച്ച് പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു താല്പര്യം ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക്, എബ്രായർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ലേഖനത്തിൻ്റെ ആവശ്യം വന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. അത് തുടർന്നും ഇവിടെ പറയുകയാണ്. ഇവിടെ അപ്പം ഇന്നലെ പറഞ്ഞു വന്ന കാര്യത്തെ സംബന്ധിച്ച്, നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾ വളർന്ന് വരേണ്ട കാലം നോക്കിയാൽ നിങ്ങൾ വളർന്ന് ഇന്ന് ഉപദേശകന്മാരുമൊക്കെ ആകേണ്ട കാലമായി. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് തന്നെയാണ് കുടിക്കുന്നത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം. ഇപ്പം നിത്യശിക്ഷാവിധി വരെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ഇവർ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുകയല്ലാതെ മറിച്ച് ജനിച്ചതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാവരും ആയിരിക്കില്ല, കുറച്ചെങ്കിലും ആൾക്കാർ. അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ പോയാൽ അത് ബാക്കിയുള്ളവരെയും പ്രലോഭിപ്പിക്കാൻ, അവരെയും ഭയപ്പെടുത്തുവാനൊക്കെ ഇടയാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നത്, ഒരിക്കൽ അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവനും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്ന
ഏതൊരു ജാതിയിൽ നിന്നായാലും മതത്തിൽ നിന്നായാലും അഥവാ ഇനി ഏതെങ്കിലും മറ്റ് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വന്നാലും ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് തിരികെ പോയാൽ പിന്നെ അവരെ മാനസാന്തരത്തേക്ക് പുതുക്കുവാൻ ഒരു വഴിയുമില്ല എന്നാണ് കാണുന്നത്. പിന്നെ ഒരു മടങ്ങി വരുവോ സാധ്യമല്ല എന്നാണ്. കാരണം അത് ആ ഒരു തിരിച്ചുപോക്ക് സംഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ, അവിടത്തേക്ക് സകലവും നിർജീവമാകുകയാണ്, ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ. അതൊരു പൂർണ്ണമായ മരണത്തിൻ്റെ അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് ഒക്കെ മരിക്കുന്ന അവസ്ഥ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ. ആ അവസ്ഥയിൽ പിന്നെ അത് പുനർജീവിക്കുവാനോ മടങ്ങി വരുവാനോ അത് പുതുക്കം പ്രാപിക്കുവാനോ ജീവൻ ലഭിക്കുവാനോ ഒന്നും സാധ്യമല്ല. അത് പിന്നെ തീർന്നു, അത് നശിച്ചു പോവും, ഇല്ലാതായിപ്പോവും. പിന്നെ അത് തിരിച്ചു വരവ് സാധ്യമല്ല എന്നാണ്. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസ്ഥാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അങ്ങനെ ആയിത്തീരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തിന് തന്നെക്കാൾ വലിയ ഒരുവനെ കുറിച്ച് ആണയിടുവാനൊന്നുമില്ല, സത്യം ചെയ്യാനില്ലായിരുന്നു. തന്നെ കൊണ്ട് തന്നെയാണ് സത്യം ചെയ്തത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നല്ല ചെയ്തു. അത് ദീർഘക്ഷമയോടെ ഇരുന്ന് അബ്രഹാം അത് പ്രാപിക്കുകയും ചെയ്തു. വളരെ പ്രതികൂലങ്ങളൊക്കെ വന്നു. തൻ്റെ ഭവനത്തിനകത്ത് തന്നെ ഇസ്മായേലും ജനിക്കുന്നു. അതായിരുന്നില്ല വാഗ്ദത്ത സന്തതി, ഇസ്ഹാക്കായിരുന്നു വാഗ്ദത്ത സന്തതി. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം വിഷയം പ്രാപിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശൂലിക്കകത്തേക്ക് കടന്നതുമാകുന്നു. ആ തിരശ്ശൂലിക്കകത്തേക്ക് യേശു മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻകൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ യേശു അത് സംഭവിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, അതിനു മുമ്പുള്ളവർക്കല്ല, അപ്പം നമുക്ക് വേണ്ടി മുൻകൂട്ടി തന്നെ യേശു ക്രിസ്തു എന്നേക്കും ഒരു മഹാപുരോഹിതനായി മാറിയിട്ടുണ്ട് എന്നാണ്. ഈ 7-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ പറയുന്ന ശാലേം രാജാവിൻ്റെയൊക്കെ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം, ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് ശാലേം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കീസേദക്ക് രാജാക്കന്മാർ ജയിച്ചു വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു, ദശാംശം കൊടുത്തു. അപ്പോൾ ദശാംശം കൊടുക്കുന്ന ആർക്കാണ്? പുരോഹിതന്മാർക്കാണ്. അപ്പോൾ ആ പുരോഹിതന് അത് കൊടുത്തത് കൊണ്ട് തന്നെ അത് പുരോഹിതനാണെന്നുള്ളതിന് ഒരു തെളിവും അവിടെയായി. ഈ മൽക്കീസേദക്കിൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലോം രാജാവെന്നും, മൽക്കീസേദക്ക് നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്നും വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവത്തിന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വംശാവലി ഇല്ല, ജീവാരംഭം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മറ്റേ ശെലോഫാത്തിൻ്റെ പെൺമക്കൾക്ക് അവകാശം കിട്ടുന്നതിനെ സംബന്ധിച്ച് ആ സഹോദരന്മാരില്ല, അല്ലെങ്കിൽ ആൺമക്കളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറയുമ്പോൾ 4-5 തലമുറ മുമ്പ് മനശ്ശയുടെ മകൻ മാഖീറിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ശെലോഫാത്ത് വരെ 5 തലമുറകൾ 6 തലമുറകൾ അവിടെ പറയാം, 5 തലമുറകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലും അത്ര തലമുറകൾ പറയുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തലമുറയോ തൻ്റെ പിതാവിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല, ഒരു വംശാവലി ഒന്നും പറയുന്നില്ല. അപ്പം അവിടെ വംശാവലി ഇല്ല എന്ന് പറഞ്ഞാൽ വംശാവലി ഇല്ല എന്നല്ല, വംശാവലി പറഞ്ഞിട്ടില്ല, ജീവാരംഭവും പറഞ്ഞിട്ടില്ല, ജീവാവസാനം എന്നാണ് മരിച്ചതെന്നും പറഞ്ഞിട്ടില്ല. അവൻ ദൈവത്തിൻ്റെ തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പൗരോഹിത്യമാണ് ഇവിടെ യേശുക്രിസ്തുവിനും ലഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ലേവി ഗോത്രത്തിലുള്ളവനല്ല, മൽക്കീസേദക്കും ലേവി ഗോത്രത്തിലുള്ളവനല്ല. ലേവി ഗോത്രത്തിന് മുമ്പ് അബ്രഹാമിൻ്റെ, അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത്
ജീവിച്ചിരുന്ന ഒരാളാണ്. അന്ന് ന്യായപ്രമാണം വന്നിട്ടില്ല, ലേവി ഗോത്രം ജനിച്ചിട്ടില്ല, ഒക്കെ ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുപോലെ ഒരു പുരോഹിതനാണ് യേശുക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നോക്കുവിൻ എത്ര മഹാനും, നോക്കുവിൻ ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് ദശാംശം കൊടുത്തുവല്ലോ. ലേവിപുത്രന്മാർക്കാണല്ലോ ദശാംശം വാങ്ങുവാനുള്ള കൽപ്പനയുള്ളത്. അപ്പോൾ അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാവുന്ന പലിശ വാങ്ങുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലേവിയും ഈ മൽക്കിസേദക്കിന് ദശാംശം കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. കാരണം ലേവി അബ്രഹാമിൽ നിന്ന് പുറപ്പെടുവാനുള്ള സന്തതി ആയിരുന്നുവല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും ഒരു തരത്തിൽ ദശാംശം കൊടുത്തിരിക്കുന്നുവെന്ന് പറയാമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലേവി പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? അപ്പം അത് ഈ ജനതയുടെ ഈ എബ്രായരോടായാലും നമ്മളോടായാലും നമ്മുടെ ചിന്തയെ ഒന്ന് സ്റ്റോം എന്ന് ഇളക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇപ്പോൾ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം എന്ന് വേറൊരു പുരോഹിതന് വരുവാൻ എന്താണ് ആവശ്യം? അപ്പോൾ അവിടെ വായിക്കുന്നത് അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം. അപ്പോൾ അഹരോനെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പൗരോഹിത്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ സമാനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു നമുക്ക് വലിയ ചിന്തയ്ക്ക് ഉതകുന്ന, എബ്രായർക്കും നമുക്കുമൊക്കെ ഉതകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പറഞ്ഞില്ലല്ലോ. മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നൊരു പൗരോഹിത്യമില്ല പറഞ്ഞതെന്നുള്ളത്. ഇപ്പം ഇവിടെ വംശാവലി ഇല്ല, ജീവാവലി ഇല്ല, അല്ലെങ്കിൽ ജീവാരംഭം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന് വംശാവലി ഇല്ല പറയുമ്പം ആരും പിണങ്ങണ്ട. യേശുക്രിസ്തുവിന് വംശാവലി ഇല്ല, യേശുക്രിസ്തുവിന് മാതാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. എങ്ങനെയാണത്? ദൈവരാജ്യത്തിലെ ഒന്നാമത്തെ പ്രജ. ഇപ്പം സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടി ആദം, മനുഷ്യ സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടിയും ആദമെന്നാണ് നമുക്ക് വചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആദത്തിന് മാതാവുണ്ടോ, പിതാവുണ്ടോ? ആദ്യജാതനല്ലേ. ആ ആദ്യജാതനെ പോലെ അവിടെ വംശാവലി ഉണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പഴയത് എന്തെങ്കിലും മുൻപുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആദമിനെ സംബന്ധിച്ച് പറയാനില്ല. അപ്പോൾ ആദമിന് പിതാവില്ല മാതാവില്ല എന്ന് പറയുന്നത് പോലെ ദൈവരാജ്യത്തിലായിരിക്കുന്ന യേശുക്രിസ്തുവിന് പിതാവുമില്ല മാതാവുമില്ല. ദൈവരാജ്യത്തിലെ ആദ്യത്തെ പ്രജയാണ്, ആദ്യത്തെ മനുഷ്യനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് പിതാവില്ല മാതാവില്ല എന്ന് പറയുന്നത്, വംശാവലിയില്ല എന്ന് പറയുന്നത് വളരെ കൃത്യവുമാണ്. അതുപോലെ അതാണ് യേശുക്രിസ്തുവിൻ്റെ, അങ്ങനെ ഒരുവനെയാണ് യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയോ കാര്യമോ എന്നൊക്കെ നമുക്ക് വായിക്കാം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ജഡസംബന്ധമായ 7:15 ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവൻ്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദക്കിന് സദൃശമായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജന നീക്കവും പ്രമാണത്താൽ ഒന്നും പ്രാപിച്ചിട്ടില്ല, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് 110 സങ്കീർത്തനത്തിലാണ്. നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്ത് അനുദമിക്കുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനാ ഇട്ട ആണയോടുകൂടെ തന്നെ. ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ആ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ബൈബിളിലില്ലാത്ത, അല്ലെങ്കിൽ നമ്മളിവിടെ കാണാത്തൊരു ഭാഗമാണ് ഏക മഹാപുരോഹിതൻ എന്നുള്ളത്. അപ്പം മഹാപുരോഹിതനായി എന്നേക്കും പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പുരോഹിതന്മാരില്ല, ഏക പുരോഹിതനേ ഉള്ളൂ എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഏകം നമ്മൾ ചേർത്ത് വായിക്കണ്ട, പക്ഷേ ആ ഒരു പുരോഹിതനേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേറെ പുരോഹിതന്മാരെ ദൈവം ആക്കിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം, നിത്യജീവൻ പ്രാപിച്ചതിന് ശേഷം മനുഷ്യനുമിടയിൽ ദൈവത്തിനുമിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, ഒരു പുരോഹിതനുമില്ല. അത്
നമ്മൾ വായിക്കുന്നതാണ്. ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് ഇവിടെ വേറൊരു ആരെയും ദൈവം നിയമിച്ചിട്ടില്ല, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ ആ ഏകമഹാപുരോഹിതനാണ് യേശുക്രിസ്തു എന്നുള്ളത് നമ്മൾ ഈ പൗരോഹിത്യത്തെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ട. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട്ട് വേറുവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നു. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നു പറയുമ്പോൾ ഒരിക്കലും ദൈവത്തെക്കാളോ സ്വർഗത്തെക്കാളോ അല്ല, സ്വർഗീയ സൈന്യത്തെക്കാൾ, ദൈവദൂതന്മാരെക്കാൾ ഉയർന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മളതിനെ കണ്ടാൽ മതി. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. എന്തുകൊണ്ടാണ്? അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും അവൻ വേറൊരു മൃഗത്തിൻ്റെ ശരീരമോ അല്ലെങ്കിൽ പക്ഷിയുടെ ശരീരമോ എടുത്തല്ല യാഗം ചെയ്തത്. തൻ്റെ ശരീരം കൊണ്ടാണ് അത് തൻ്റെ ശരീരമാണ് യാഗമായിട്ട് അർപ്പിച്ചത്. അവൻ അത് തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ഇനി അത് ചെയ്യാനൊക്കുമോ? യേശുക്രിസ്തു ആ യാഗം വീണ്ടും വീണ്ടും ചെയ്യാനൊക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു യാഗത്തിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് കാരണം അതവൻ ഒരിക്കലായി തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞു. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. അപ്പം ന്യായപ്രമാണമാണ് ലേവിയയിൽ കാളക്കുട്ടി ഉണ്ടായിക്കൊടുത്ത ബലഹീനനായ അഹരോനെ പൗരോഹിതനാക്കിയത് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം പുരോഹിതന്മാരാക്കുന്നുവെങ്കിൽ ആ ന്യായപ്രമാണത്തിനും എത്രയോ നാൾക്ക് മുമ്പുള്ള ഏതാണ്? നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ വായിച്ചല്ലോ, കർത്താവ് എന്നേക്കും ഇത് കർത്താവ് ചെയ്ത സത്യം, അത് ദൈവം അനുദപിക്കുകയുമില്ല എന്ന് പറയും. അപ്പോൾ അനുദപിക്കാത്ത ഒരു സത്യമാണ് ഇവിടെ വായിക്കുന്നത്. ന്യായപ്രമാണത്തിന് മുൻപേയുള്ള അതിൻ്റെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പം അഹരോനെ സംബന്ധിച്ചുള്ള അഹരോൻ തികഞ്ഞവനല്ല. അഹരോൻ മരിക്കുന്നതുവരെയും തികഞ്ഞവനായുമില്ല. അപ്പോൾ ആ തികഞ്ഞവനാകുന്നതിന് മുമ്പ് തന്നെ സാധാരണ പാപിയായ മനുഷ്യനെയൊക്കെ തന്നെയാണ് ദൈവം പുരോഹിതന്മാരാക്കി വെച്ചിരുന്നത്. എന്നാൽ ഇവിടെ തികഞ്ഞവനെ പുരോഹിതനാക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്. ഇതിനേക്കാളും തികഞ്ഞ ഒരുവനില്ല. ഇവൻ തികഞ്ഞെന്ന് പറയുമ്പോൾ 100% തികഞ്ഞവനാണ്. ഉള്ളതിൽ ഏറ്റവും തികഞ്ഞവൻ എന്ന അർത്ഥത്തിലല്ല, 100% 100% യോഗ്യൻ എന്ന പെർഫെക്റ്റ് എന്ന അർത്ഥത്തിലാണ്. ആ ഒരു പുരോഹിതനായിരിക്കും യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനായി മറ്റൊരാളില്ല. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിനെ പൗരോഹിത്യത്തിലേക്ക് വന്നാണ്. ഇത് ഓരോന്ന് വായിച്ച് പലതും നമ്മളിതിനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ വാക്യങ്ങളെല്ലാം നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ വാല്യൂ സംബന്ധിച്ച്, ക്രിസ്തു എന്താണെന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്, ക്രിസ്തുവും ദൈവത്തിനും നമുക്ക് ഇടയ്ക്കുള്ള ക്രിസ്തുവിൻ്റെ പൊസിഷൻ എവിടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ ലേഖനമെന്ന് പറയാവുന്ന ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അത് നമുക്ക് ഇതുവരെയും ആ തരത്തിലേക്ക് നമ്മളതിനെ കണ്ടിട്ടില്ല എങ്കിൽ വീണ്ടും 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 വായിച്ച് ഇതിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കൃത്യമായി തന്നെ കാണണം, മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ എബ്രായർക്കുള്ള ലേഖനത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ഈ 2 അധ്യായങ്ങളോടുകൂടി ഈ ഇന്നത്തെ വായന വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.